പുൽമേടിന്റെ മുകളിൽ വന്നാൽ വൺ സൈഡായിട്ട് 5 കിലോമീറ്റർ നടന്നാലേ നിങ്ങൾക്ക് പുൽമേടിന്റെ മുകൾ ഭാഗം കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതിവിടെ നിന്ന് അങ്ങേ സൈഡിലേക്ക് ഒരു 4.5 കിലോമീറ്ററും ഇവിടെ നിന്ന് ഇതാ പകുതി ഭാഗത്തേക്ക് ഒരു 1/2 കിലോമീറ്ററും. ഇതിന്റെ ഇവിടുന്ന് അങ്ങേറ്റത്തേക്ക് 4.5 കിലോമീറ്റർ അപ്പുറത്താണ് പണ്ട് രാജാവ് വനവാസം ചെയ്ത സ്ഥലം. രാജാവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 500 വർഷങ്ങൾക്ക് മുമ്പ് ഏഴിമല ആസ്ഥാനമായിട്ട് താമസിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ ലാസ്റ്റത്തെ രാജാവായിരുന്ന വൈതൽകൂൺ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് വനവാസം ചെയ്ത മലയാണിത്. അതുകൊണ്ട് തന്നെ ഈ മല റിക്കാർഡിക്കലായിട്ട് 2 പേരുകൾ അറിയപ്പെടുന്നു. ഒന്നാമതായിട്ട് തന്നെ വൈതൽ മല എന്നും രണ്ടാമതായിട്ട് പൈതൽ മല എന്നും. വൈതൽ മല എന്ന് വിളിക്കാൻ കാരണം വൈതൽകൂൺ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് വനവാസം ചെയ്ത മലയായതുകൊണ്ട് രാജാവിന്റെ പേരിനോട് ചേർത്ത് ഈ മലയെ വൈതൽ മല എന്ന് വിളിച്ചു പോകുന്നു. പിൽക്കാലത്ത് നമ്മൾ ഈ മലയോട് ചേർന്നതിന്റെ കിഴക്ക് വടക്ക് അതിർത്തിയിൽ പങ്കിടുന്ന കർണാടക സ്റ്റേറ്റ് കുടക് ഡിസ്ട്രിക്റ്റിന്റെ കൂർഗ് മലനിരകളാണ്. ഈ കൂർഗ് മലനിരകൾ എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിന് 5000 അടി 6000 അടി ഉയരമുള്ള മലനിരകളാണ്. അപ്പൊ ആ വലിയ മലനിരകളോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു മലയാണ് നമ്മുടെ മല. അതുകൊണ്ട് തന്നെ പൈതൽ മല എന്ന് വിളിച്ചു പോകുന്നു. പിൽക്കാലത്ത് എത്താനിക്കലായിട്ട് പൈതൽ മല എന്ന പേരിലേക്ക് മാറുകയും ഇനിയിപ്പോൾ കാലാവസ്ഥ ക്ലിയർ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കിയാൽ തലശ്ശേരി മുതൽ കാസർഗോഡ് വരെയുള്ള കടലിന്റെ ഭാഗങ്ങൾ കാണാം. പിന്നെ കണ്ണൂർ ടൗണ പയ്യമ്പൽ ലൈറ്റ് ഹൗസ് മലപ്പുറം പുഴ മട്ടന്നൂർ വിമാനത്താവളം ഏഴിമല നാഗരികാതമേഖല പയ്യന്നൂർ കാഞ്ഞങ്ങാട് തേക്കൽ കാസർഗോഡിന്റെ ഭാഗം. നേരെ മറസൈഡിലേക്ക് നോക്കിയാൽ കർണാടക സ്റ്റേറ്റ് കുടക് ഡിസ്ട്രിക്റ്റിന്റെ 90% മലനിരകളാണ്. പിന്നെ പതിനായിരക്കണക്കിന് ഏക്കർ സ്ഥലം വിശാലമായ പുൽമേടുകളും വനപ്രദേശങ്ങളും. പിന്നെ അവരുടെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ തലക്കാവേരി മുതൽ കരിയിൻ്റെമൂൾ ഏഴിമലകൾ മഞ്ഞമല കത്തിവാടം തുടങ്ങിയുള്ള എല്ലാ മലനിരകളും. നമ്മൾ നിൽക്കുന്നതിന് നേരെ ബേക്ക് ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് കോഴിക്കോട് വയനാടൻ മലനിരകൾ കാണാം. താമരശ്ശേരി ചുരം റോഡ് മലനിരകൾ. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് 4500 അടി ഉയരമുള്ള ഈ മലയുടെ മുകളിൽ വന്നാൽ കേരളത്തിലെ 4 ജില്ലകളിലെ ഭാഗങ്ങൾ കാണാം. അറബിക്കടൽ കാണാം, കർണാടകം കാണാം. അതോടനുസരിച്ചിട്ടുള്ള എല്ലാ കാഴ്ചകളും അതൊക്കെയാണ് ഇതിന്റെ മുകളിലെ മെയിനായിട്ടുള്ള കാഴ്ചകൾ. 1998 നമ്മൾ മണൽ സിമെന്റും കമ്പിയും വീട്ടിലും ചുമന്നുകൊണ്ടുവന്നിട്ടാണ് ഈ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നത്. വാച്ച് ടവറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നത്. 2014 വരെ 5 പൈസ പോലും ടിക്കറ്റില്ലാതെ എല്ലാവരെയും ഫ്രീ ആയിട്ട് കഴിച്ചു. 2014 ആയപ്പോഴത്തേക്ക് സംഭവിച്ചു പോയത് കുറേ മുതിർന്ന ആൾക്കാർ വന്നാൽ അല്ലെങ്കിൽ ലോക്കലിലുള്ള ആൾക്കാർ വന്നാൽ കുറേ ലിക്കറച്ചായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു ദിവസം വെള്ളടി, ഒരു ദിവസം തിറ്റിളി, ഒരു ദിവസം കിളിക്കുത്ത്, ഒരു ദിവസം കഞ്ഞിക്കുന്നു, ഒരു ദിവസം കളിവെക്കുന്നു, ഒരു ദിവസം പുല്ലാണുമ്പോൾ അതിന് തീയിടുന്നു, ഒരു ദിവസം പിന്നെ ദിവസങ്ങളോളം ആൾക്കാർ തങ്ങിക്കൊണ്ട് ഇതിൻ്റെ ഒരു കമ്പിയുടെ കഷ്ണം ഒരു ഫില്ലറിൻ്റെ കഷ്ണമില്ലാതെ മൊത്തം തകർത്ത് കളഞ്ഞു. ഈ 25 കട്ടി കരിങ്കല്ല് സിമെന്റ് ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഈ ബിൽഡിങ്ങിന്റെ 50% ഭിത്തി തകർത്ത് കളഞ്ഞു. ഇതാ ഇങ്ങോട്ട് നോക്കിയാൽ കാണാം അവിടെ ഒരു വിള്ളല്, പിന്നെ ഇവിടെ ഒരു വിള്ളല്. ഇതിന്റെ സെൻട്രഭാഗം ഭിത്തി ശകലം പോലും ഇല്ലായിരുന്നു. ഇതാ ഇവിടെ നോക്കിയാൽ കാണാം ഈ ഒരു വിള്ളല് കാണുന്നതിൽ അപ്പുറത്തെ ഈ ഭാഗം ഭിത്തി ശകലം പോലും ഇല്ലായിരുന്നു. ഇതിന്റെ മുകളിൽ ഏറ്റവും അങ്ങേറ്റത്തെ പണ്ട് രാജാവ് വനവാസം ചെയ്ത ബിൽഡിംഗ് 99% തകർത്ത് കളഞ്ഞു. അതെല്ലാം കൂടെ അടിച്ചു പൊടിച്ചിട്ട് മുറ്റത്തൊരു മണിക്കണ്ടം ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് അതും മൂടിക്കളഞ്ഞു. അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ ശല്യമൊന്നും ആയിരുന്നില്ല. അന്ന് ലേഡീസിന് വരത്തില്ല, കുട്ടികൾക്ക് വരത്തില്ല, ഫാമിലിക്ക് വരത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ പൈതൽ മലയുടെ മുകൾ ഭാഗം കംപ്ലീറ്റ് സാമൂഹ്യ വിരുദ്ധ കഴിഞ്ഞാട്ട് കേന്ദ്രമായിട്ട് മാറും. ഈ സമയത്താണ് നമ്മുടെ മേഡിറ്റേഴ്സ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരെടുത്തൊരു തീരുമാനമാണ്. ഒന്നെങ്കിൽ വനത്തിൻ്റെ ഉള്ളിലേക്കുള്ള ടൂറിസം പൂർണ്ണമായിട്ട് നിരോധിക്കുക. അതല്ലെങ്കിൽ ടിക്കറ്റ് വെച്ച് വരുന്ന ആൾക്കാരെ ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് അവരുടെ ബീഡി, സിഗരറ്റ്, ലൈറ്റർ, തീപ്പെട്ടി, മധു, ഹാൻസ്, ലിക്കറ് തുടങ്ങിയ മദ്യലഹരി പദാർത്ഥങ്ങളുണ്ടെങ്കിൽ എല്ലാം മേടിച്ച് പുറത്ത് വെച്ചിട്ട് പ്ലാസ്റ്റിക് കവറിലുള്ള 1 രൂപയുടെ മിഠായി ആണെങ്കിൽ അതുപോലെ സ്നാക്സ് ഐറ്റംസിലെ ഹോട്ടൽ ഭക്ഷണങ്ങളൊക്കെ മേടിച്ച് പുറത്ത് വെച്ചിട്ട് നിരുപാധികം പോരാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെ മാത്രം വിട്ടേക്കാൻ മതി എന്ന് പറയുമ്പോൾ മറ്റു ഓപ്ഷനുണ്ട്. ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്തായാലും വേണമെങ്കിലും കൊണ്ടുവരാം. ഒന്നെങ്കിൽ പാത്രത്തിലോ ഇലയിലോ പേപ്പറിലോ തുണിസഞ്ചിയിലോ ബാഗിലോ. എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഡിമാൻഡ് പ്ലാസ്റ്റിക് കവർ കൊണ്ടുവരാൻ പാടില്ല. വാട്ടർ ബോട്ടിൽ എത്ര ഉണ്ടെങ്കിലും കൊണ്ടുവരാൻ അതിൻ്റെ എണ്ണം കാലത്ത് കൊടുത്താൽ മതി. മടങ്ങി ചെല്ലുമ്പോൾ അവിടെ ആ ബോട്ടിൽ കാണിക്കണം. എന്നിട്ട് പുറത്ത് ബോട്ടിൽ ബൂത്തുണ്ട് അവിടെ ഇട്ടിട്ട് പോകും. ഇത്ര മാത്രമേ വ്യവസ്ഥകളുള്ളൂ. ഈ വ്യവസ്ഥകളനുസരിച്ച് 2015 ജനുവരി മുതൽ ടിക്കറ്റ് വെച്ച് ടൂറിസം ആരംഭിച്ചു. ഇതാണ് പൈതൽമലയുടെ ഒരു ഇപ്പോൾ നിലവിലുള്ളൊരു സംവിധാനം. പിന്നെയെന്ന് പറഞ്ഞാൽ രാവിലെ 9 മണിക്ക് നമ്മുടെ കൗണ്ടർ ഓപ്പൺ ചെയ്യും, വൈകിട്ട് 3 മണിക്ക് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനോടടുത്ത് ടിക്കറ്റ് എടുത്ത് പൈതൽമലയിലേക്ക് വരുന്നവർ നിർബന്ധമായിട്ട് 5 മണിക്ക് മുമ്പായിട്ട് ആ ടിക്കറ്റ് കൗണ്ടറിൽ കാണിച്ച് മടങ്ങിപ്പോയെന്ന് ഉറപ്പുവരുത്തി അവർ എല്ലാവരും മടങ്ങിപ്പോകേണ്ടത്. 5 മണിക്ക് എൻട്രൻസ് പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്യും. ഇതാണ് ഇവിടുത്തെ നിബന്ധനകൾ, നിയമങ്ങൾ. എൻ്റെ പേര് ആന്റണി പൈതൽമല. ഇനി അന്നത്തെ വിവരങ്ങൾ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ 94 96 47 62 36 എന്ന നമ്പർ വിളിച്ചാൽ ഏത് സമയമായാലും ഞാൻ റേഞ്ചുള്ള സ്ഥാനം കിട്ടും. അന്നത്തെ വിവരങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.